അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിന് അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയെ, വമാ അർസൽനാക, തങ്ങളെ നാം അയച്ചിട്ടില്ല, ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ഈ ലോകത്തിന് അനുഗ്രഹമായിട്ടില്ല. ഈ ലോകത്തുള്ള മനുഷ്യരെന്നോ മൃഗങ്ങളെന്നോ പക്ഷികളെന്നോ ജാതിയെന്നോ മതമെന്നോ വ്യത്യാസമില്ലാതെ ഈ ലോകത്തുള്ള എല്ലാവർക്കും അനുഗ്രഹമായിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു അയച്ചത്. അക്ഷരാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഈ ലോകത്തുള്ള എല്ലാവർക്കും കാരുണ്യമായിരുന്നു, എല്ലാവർക്കും അനുഗ്രഹമായിരുന്നു. ഒരുപാട് സംഭവങ്ങൾ അതിന് സാക്ഷിയാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, സ്വഹാബത്തിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഒരു പക്ഷി ഇങ്ങനെ പള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെവിയുടെ അടുത്ത് ഒരല്പനേരം ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ആ പക്ഷി മടങ്ങി പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഓ സഹാബികളെ, നിങ്ങളിൽ ആരെങ്കിലും ഈ പക്ഷിയുടെ കുഞ്ഞിനെ എടുത്തിട്ടുണ്ടോ? കാരണം അതൊരു തള്ള പക്ഷിയാണ്. അതിൻ്റെ രണ്ട് കുഞ്ഞിനെ അതിൻ്റെ കൂട്ടിൽ നിന്ന് ആരോ എടുത്തിട്ടുണ്ട് എന്നതിൻ്റെ വിഷമമാണ് അത് വന്ന് പറഞ്ഞത്. നിങ്ങൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചു വെക്കുക, അടനെ കൊണ്ടുപോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ എത്രയാണോ ഇഷ്ടം, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് എത്രയാണോ സ്നേഹം, അതുപോലെ തന്നെയാണ് ആ പക്ഷിക്ക് അതിൻ്റെ കുഞ്ഞുങ്ങൾ. അപ്പോൾ ഒരു ജീവിയെയും വേദനിപ്പിക്കാൻ പാടില്ല, അതിൻ്റെ മനപ്രയാസം ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഒരു ദിവസം അതുപോലെ തന്നെ ഒരു ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കടന്നു വരികയാണ്. കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, ഈ എൻ്റെ മുതലാളി എന്നെ കൊണ്ട് ഒരുപാട് ജോലി ചെയ്യിപ്പിക്കുന്നു, പക്ഷേ എനിക്ക് മതിയായ ഭക്ഷണമോ ഒന്നും തരാറില്ല. അപ്പോൾ എന്നെ കൊണ്ട് ഇപ്പോൾ അവർ ഇതുവരെ എന്നെ ജോലി ചെയ്യിപ്പിച്ച് എന്നെ പ്രയാസപ്പെടുത്തി, ഇത്ര കാലം ഞാൻ അവർക്ക് എല്ലാ സേവനം ചെയ്ത് ഇപ്പം എന്നെ അറക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്, അറുത്തുകൊണ്ട് എൻ്റെ മാംസം തിന്നാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ അവരെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഇതിന് കൊടുക്കുന്നതായ കൂലി വളരെ മോശമായി പോയി. കാരണം ഇത്ര കാലം നിങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ച ഈ പെട്ടകത്തിനെ നിങ്ങൾ വെറുതെ വിടുക എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്ന് വാങ്ങിയിട്ട് അതിനെ സ്വതന്ത്രമായി വിടുകയാണ്. നീ പോയിക്കോ, നീ ജീവിച്ചോ, സന്തോഷിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വലിയൊരു ചരിത്രമാണ്. എന്ന് മാത്രമല്ല, എല്ലാ ജീവികളോടും ഒരു വേട്ടമൃഗമായ ഒരു പുള്ളിമാൻ ഒരു വീട്ടിന്റെ മുറ്റത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടപ്പോൾ, യാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം, എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് പാല് കൊടുക്കാതെ ആ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല, ഞാനൊന്ന് പാല് കൊടുത്തിട്ട് വരട്ടെ, തങ്ങളൊന്ന് ജാമ്യം നിൽക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളിമാൻ പോയ ചരിത്രം നമുക്ക് കേട്ടതാണ്. അപ്പോൾ ആ വേട്ടക്കാരനോട് ആവശ്യപ്പെടുകയും ഞാനിവിടെ നിൽക്കാമെന്ന് പറയുകയും ആ പുള്ളിമാനെ വിടുകയും പുള്ളിമാൻ അതിൻ്റെ മക്കൾക്ക് പാല് കൊടുത്ത് തിരിച്ചു വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ മോചിപ്പിക്കുകയും വീണ്ടും സ്വതന്ത്രമായി കാട്ടിലേക്ക് തിരിച്ചയക്കുകയും ചെയ്ത സംഭവം നാം കേട്ടവരാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും കാരുണ്യമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ചെറിയ ജീവികളെന്നോ വലിയതെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ആവശ്യമായിരുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത തന്നെ. നബി തങ്ങളെ കണ്ടാൽ ഒരു മൃഗവും ഓടിപ്പായുകയില്ല എന്നതാണ്. നമ്മളെ കണ്ടാൽ ചില മൃഗങ്ങളും ഓടിപ്പായോ, നമ്മളെ ആക്രമിക്കും എന്ന് പറഞ്ഞിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൽ ഒരു ജീവിയും ഒരു മൃഗവും ഓടിപ്പായില്ല, അടങ്ങി നിൽക്കും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യമാണ്, അനുഗ്രഹമാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവേശമായിരുന്നു ആർക്കെല്ലാം? കുട്ടികൾക്കും യുവാക്കൾക്കും വയസ്സന്മാർക്കും എല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവേശമാണ്. ഇപ്പം നമ്മുടെ ചില ആളുകൾ, ഇപ്പോൾ ചില പ്രായക്കാർ നമ്മൾ ഇഷ്ടപ്പെടും, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയല്ല. എല്ലാ പ്രായക്കാരും നബി തങ്ങളോട് ഇഷ്ടമാണ്, നബി തങ്ങൾ അവർക്ക് ആവേശമാണ്. പലപ്പോഴും പല കുട്ടികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈപ്പിടിച്ച് അവർ വീട്ടിൻ്റെ മുറ്റം വരെ കൊണ്ടുപോകും, റസൂലുള്ളാഹി അവരെ കൂടെ ഇങ്ങനെ പോകും. എല്ലാ കുഞ്ഞുങ്ങളോടും വല്ലാത്ത കാരുണ്യമായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. കാരുണ്യം കാണിക്കുകയും മാത്രമല്ല, കാരുണ്യം പഠിപ്പിക്കുകയും ചെയ്ത നേതാവാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വീട്ടുകാരോടും എല്ലാവരോടും നീതിപൂർവകമായ ഒരു നിലപാടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്നത്. എല്ലാവർക്കും ആവേശമാണ്. ആരൊരു ദേഷ്യപ്പെട്ടാലും തിരിച്ചു ദേഷ്യപ്പെടാതെ സമാധാനത്തോടെ
അവരോട് വർത്തിക്കുന്ന ഒരു രീതിയായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ. ഒരു ദിവസം അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പ്രത്യേകം ദേഷ്യമായി പുറപ്പെട്ടു പോയി. അങ്ങനെ പോയി പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ, പണ്ടത്തെ പള്ളി എന്ന് പറയുന്നത്, മദീനത്തെ പള്ളി എന്ന് പറയുന്നത് എന്താണ്, മണ്ണിനാലുള്ള ഇതാണ്, മതിലും അതെല്ലാം മണ്ണാണ്. അപ്പോൾ ആ മണ്ണിലേക്ക് ചേർന്നുകൊണ്ട് അവിടെ പള്ളിയിൽ പോയി കിടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിച്ച് പിന്നിലേ തന്നെ വന്നുകൊണ്ട് ദേഷ്യപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ ബാക്ക് സൈഡിലൂടെ, അതായത് പുറംഭാഗത്തിലൂടെ ഇങ്ങനെ വന്നുകൊണ്ട് മെല്ലെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് യാ അബാ തുറാബ്, അബൂ തുറാബ് എണീക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കടന്ന് മെല്ലെ സമാധാനിപ്പിച്ചുകൊണ്ട് കടന്ന് വിളിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പേരായി, എനിക്ക് സന്തോഷമായ ഒരു പേരായിരുന്നത് അബൂ തുറാബ്. അബൂ തുറാബ് എന്ന് പറഞ്ഞാൽ തുറാബ് മണ്ണാണ്, അബൂദിന്റെ വാപ്പ എന്ന അർത്ഥമാണ്. അപ്പൊ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള പേരായി അത് എന്നാണ് പറഞ്ഞത്, അബൂ തുറാബ്. അതുപോലെ തന്നെ അബൂ ഹുറൈറ എന്ന് നമ്മൾ ഹദീസിൽ കേൾക്കുന്ന മഹാനാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഒരു പേര് അബ്ദുറഹ്മാൻ എന്നായിരുന്നു. പിന്നെ അബൂ ഹുറൈറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത പേരാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കുറഞ്ഞ കാലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഉണ്ടായാലും ഒരുപാട് അറിവുകൾ ഈ നമുക്ക് നൽകിയിട്ടുണ്ട്. അവരറിയപ്പെടാത്ത ആരും ഈ ലോകത്തുണ്ടാവില്ല. ഒരുപാട് ചരിത്രങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാനുണ്ട്. ആദ്യ കാലങ്ങളിൽ തന്നെ അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആ സമയത്ത് തന്നെ പിന്നെ റസൂലുള്ളാഹിനെ വിട്ട് എവിടെയും പോയിട്ടില്ല. ജോലിക്കോ കൃഷിക്കോ ഒന്നും പോവാതെ ഇൽമു പഠിക്കുന്നതിനായി അവർ നിലകൊണ്ടു. അതിനൊരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിക്കുകയുണ്ടായി, എന്താ അബൂ ഹുറൈറ, നിങ്ങൾ എല്ലാവരും സമ്പത്തും അതും എല്ലാം എന്നോട് ചോദിച്ചു വാങ്ങുന്നുണ്ടല്ലോ, നിങ്ങളൊന്നും എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങളിൽ നിന്നുള്ള ഇൽമിനെ അല്ലിന്നി മിമ്മ അല്ലമക്കല്ലാഹ്, തങ്ങൾക്ക് അല്ലാഹു തആല പഠിപ്പിച്ചു തന്ന അറിയിച്ചു തന്നതായ ഇൽമു എനിക്ക് നിങ്ങൾ പഠിപ്പിച്ചു തരിക എന്ന് പറഞ്ഞുകൊണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തട്ടം ഇങ്ങനെ വിരിക്കാൻ വേണ്ടി പറയുകയും അതിലേക്ക് 3 പ്രാവശ്യം ഇങ്ങനെ വാരിയിടുകയും എന്നിട്ട് നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കാൻ പറയുകയും ചെയ്തതിന് ശേഷം ഓരോ ഹദീസും മറന്നിട്ടില്ല, ഒരുപാട് ഇൽമുകൾ ഞാൻ സമ്പാദിച്ചിട്ടുണ്ട് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം അവിടെ കുറെ ഭക്ഷണം കഴിച്ചിട്ട് ഉഷാറായിട്ട് അവിടെ പഠിക്കാൻ പോയതില്ല. ഭക്ഷണം ഇല്ലാതെ വിശപ്പിനാൽ വയറ്റിൽ ഒരുപാട് പ്രാവശ്യം കല്ല് കെട്ടുകയും അതുപോലെ തന്നെ ബോധം കെട്ടു വീഴുകയും ചെയ്യുന്ന ഒരുപാട് അവസരങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം അങ്ങനെ വല്ലാത്ത വിശപ്പ് ഉള്ള ഒരു അവസരത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറപ്പെട്ടു പോവുകയാണ്. ആരെങ്കിലും വഴിക്ക് കിട്ടിയാൽ അവരോട് ഒരു സംശയം ചോദിച്ചുകൊണ്ട് അവർ വീട്ടിലേക്ക് എത്തിയാൽ ഇന്ന് ഭക്ഷണം കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ ആദ്യമായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ആ വഴിയിലൂടെ വന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദ്യം ചോദിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് മറുപടി പറഞ്ഞ് ഓര് പോയി. രണ്ടാമത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് വരുന്നത്. ഓരോടും ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞു ഓരും പോയി. പിന്നെ വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കണ്ടപ്പോൾ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലെയും മുഖത്തിന്റെയും ആ വിഷയങ്ങളെല്ലാം മനസ്സിലായി. എന്നിട്ട് യാ ബാഹിർ, അബൂ ഹുറൈറ നിങ്ങൾ എന്റെ കൂടെ വരൂ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അതിന് പോയി അവിടെ എത്തിയപ്പോൾ ചോദിച്ചു, വീട്ടിലേക്ക് ഒരു ഹദിയ വന്നിരുന്നു, ഒരു പാല്, ഒരു ചെറിയൊരു പാത്രത്തിൽ പാല് ഹദിയ വന്നിട്ടുണ്ട്. അപ്പൊ ഹദിയയുടെ പാലുമായിട്ട് അവിടെ ഉണ്ടായപ്പോൾ അബൂ ഹുറൈറക്ക് നല്ല സന്തോഷമായി. എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പാല് തരും, എന്നാൽ എന്റെ വിശപ്പെല്ലാം മാറുമല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അബൂ ഹുറൈറ, അഹ്ലു സുഫയുടെ ആളുകൾ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇൽമു ദീനിയായ കാര്യങ്ങൾ പഠിക്കുന്ന സ്വഹാബികളാണ്. അവർക്ക് ഭക്ഷണമായിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി, അവർക്ക് ഓഹരി വെച്ച് കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അബൂ ഹുറൈറ പറയാണ്, എന്റെ മനസ്സിൽ വല്ലാത്ത വിഷമമായി. കാരണം ഇതിലൊരു ചെറിയൊരു പാത്രത്തിലാണ്, ഇത്ര ആൾക്ക് ഞാൻ കൊടുത്താൽ എനിക്ക് അവസാനം ഒന്നും കിട്ടൂല എന്ന് ഞാൻ വിചാരിച്ചു. അവസാനം എല്ലാവർക്കും കൊടുത്തതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, അബൂ ഹുറൈറ, എന്നാൽ ഇനി ബാക്കിയുള്ളത് ഞാനും നീയും മാത്രമാണ്, അതുകൊണ്ട് നീ അതിനെ കുടിച്ചു എന്ന് പറഞ്ഞു. ഞാൻ കുടിച്ചിട്ട് വല്ലാത്ത എനിക്ക് മതിയായി. നബി തങ്ങൾ പറഞ്ഞു കുടിച്ചു വന്നു. വീണ്ടും ഞാൻ പറഞ്ഞു, നബിയെ എനിക്ക് ഫുള്ളായി, എനിക്ക് മതിയായി എന്ന് പറഞ്ഞു. കുറച്ചുണ്ടായിരുന്നു, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോചിതത്ത് കൊണ്ട് എത്രയോ ആളുകൾക്ക് അത് പൂർത്തിയാവുകയും അവസാനം അബൂ ഹുറൈറ തങ്ങളെ കുടിച്ച് അവസാനം കുടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇനി ഒരു സ്ഥലവും കാലിയില്ല നബിയെ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനമായിട്ട് അതിനെ വാങ്ങിയിട്ട് റസൂലുള്ളാഹി കുടിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മനസ്സറിയുകയും അതിനുള്ള പരിഹാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സഞ്ചി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് 5 or 10 ഈത്തപ്പഴങ്ങൾ ഇട്ട് കൊടുത്തുകൊണ്ട്, ഇതാ അബൂ ഹുറൈറ, നിങ്ങൾക്ക് ആവശ്യം വരും, വിശപ്പുണ്ടാകുമ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി ഒരു ഈത്തപ്പഴം ഇട്ടിട്ട് ഒരു സഞ്ചി കൊടുത്തിട്ടുണ്ടായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ സഞ്ചിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് വരെ അതിൽ നിന്ന് ഈത്തപ്പഴം എടുത്ത് തിന്നുമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലത്തും അതിനെ എടുത്ത് തിന്നാറുണ്ടായിരുന്നു.
ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്തും അതിൽ നിന്ന് എടുത്ത് തിന്നാറുണ്ടായിരുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലത്തും തിന്നാറുണ്ടായിരുന്നു. അവസാനം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു ഷഹീദായപ്പോൾ എല്ലാവരും വിഷമത്തിലാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു പറയാണ്, ലിന്നാസി ഹമ്മുൻ വലി ഫിൽ യൗമി ഹമ്മാനി ഹമ്മുൽ ജിറാബി വഹമ്മു ശൈഖി ഉസ്മാനി. എല്ലാവർക്കും ഇന്ന് ഒരു വിഷമം, ഒരു ദുഃഖമാണെങ്കിൽ എനിക്ക് രണ്ട് ദുഃഖമാണുള്ളത്. ഒന്ന് എന്റെ ഷെയ്ഖായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു വഫാത്തായതിലുള്ള വിഷമം. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ബർക്കത്തിന് വേണ്ടി തന്ന സഞ്ചി കാണാനില്ല. അതുവരെ അത്ര കാലം വരെ അതിൽ നിന്ന് ഈത്തപ്പഴങ്ങളെടുത്ത് തിന്നാറുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോചിതത്താണ്. അപ്പൊ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോചിതത്തും ധാരാളം ഉണ്ട്. അതെല്ലാം പറയണമെങ്കിൽ കുറെ സമയമെടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.